Hi, new creators. If you are doing like this, this, and this, ഈ വീഡിയോ എസ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലെറ്റ്സ് ബിഗിൻ. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയാണ്, ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഇതാണ് ഫാക്ട് എന്നുള്ള രീതിക്ക് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എന്റെ ചാനലിൽ എന്ത് സംഭവിച്ചു, എന്താണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, ഇതുകൊണ്ടാണ് വന്നത്, ഇതാണ് ഫാക്ട്, ഇതാണ് റൈറ്റ് എന്നുള്ള രീതിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നില്ല. പലർക്കും പല രീതിക്കാവും അതൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടാവുക. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മറിച്ച് എന്തെങ്കിലും എക്സ്പീരിയൻസ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ അതിനെ പറ്റിയിട്ട് പറയാം. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഈ ചാനലിൽ മോണിറ്റൈസ് ആവാത്ത ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ഒക്കെ ഈ ഗേളിൽ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇന്നാവും നാളെ ആവും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയേറ്റേഴ്സ്, അതുപോലെ തന്നെ എന്നെ പോലെയുള്ള ന്യൂ ക്രിയേറ്റേഴ്സ്, ഈ രണ്ട് കൂട്ടർക്കും യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു അടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റുകളല്ല യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അപ്ഡേറ്റുകൾ ഇതുപോലുള്ള ക്രിയേറ്റേഴ്സിനെ എങ്ങനെ ബാധിച്ചു, എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലത്തെ ഈ യൂട്യൂബിന്റെ അപ്ഡേറ്റ്സ് പറയുന്ന ചാനൽസ് ഉണ്ട്. ആ ചാനൽസിന്റെ കമന്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു വോള്യം മനസ്സിലാവും. അത് വളരെ കൂടുതലാണ്. കാരണം ആ മെന്റൽ പ്രഷറിൽ കൂടെ ഞാൻ പോയതാണ്. അതിന്റെ അടിയിൽ നമ്മൾ കാണുന്ന കമന്റ്സ്, 100 സബ്സ്ക്രൈബേഴ്സ് ആവാത്ത ആൾക്കാരുണ്ടോ, വരൂ ഒന്നിച്ച് മുന്നോട്ട് പോവാം, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്യും, ഇത്തരത്തിലുള്ള കമന്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് മുഴുവനും ഈ ന്യൂ ക്രിയേറ്റേഴ്സും മോണിറ്റൈസ് ആവാത്ത ക്രിയേറ്റേഴ്സും ആണ്. അതിലെ ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഉറക്കം കളഞ്ഞ് ഇതുപോലെയുള്ള സകല അപ്ഡേറ്റ് ചാനൽസിന്റെയും കമന്റ് സെക്ഷനിൽ പോയിട്ട് ഞാനും കമന്റ് ഇട്ട് തുടങ്ങി. കമന്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കമന്റ്, എനിക്ക് എണ്ണാൻ പറ്റില്ല, അത്രയധികം കമന്റ്സ് ഇപ്പോഴും അതിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഒന്നും ഡിലീറ്റ് ആക്കിയിട്ടില്ല, അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ കമന്റ് ഇട്ടതിന്റെ ഭാഗമായിട്ട് എനിക്ക് അതിന് ലൈക്ക് കിട്ടി തുടങ്ങി, കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വന്നു. അവരെനിക്ക് തിരിച്ച് ഇതുപോലെ കമന്റ് ചെയ്യും, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള പോലെയൊക്കെ കമന്റ് ഇട്ടു. ഞാൻ തിരിച്ച് എല്ലാ ചാനൽസും അതുപോലെ പറഞ്ഞ എല്ലാ ചാനൽസിലും ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തു. ചിലരുടെ അടുത്തൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പ്ലീസ് എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഇതുപോലെ ചോദിച്ചിട്ട് ഒരു 3-4 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്റെ ചാനലിലേക്ക് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചാർജ് ആയി പോയി. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ആക്രാന്തം കൂടി. ഞാൻ വീണ്ടും എല്ലാവർക്കും നിരത്തി മെസ്സേജ് അയച്ചു തുടങ്ങി, കമന്റിനൊക്കെ റിപ്ലൈ കൊടുത്തു തുടങ്ങി, എന്നെയും സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി കമന്റ് ഒക്കെ ഇട്ടു. ഇപ്പോഴും ആ ചാനൽസിന്റെ അടിയിലെ കമന്റ്സ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്, ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടൊന്നുമില്ല, അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ സബ്സ്ക്രൈബർ കൗണ്ട് ഇങ്ങനെ കൂടിയോണ്ടിരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. അത് ഫുഡ് കഴിക്കുമ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ അന്ന് രാത്രി ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഈ 10-20 സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് ഒരു 30 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് ഞാൻ അന്ന് രാത്രി കിടക്കാൻ പോയത്. നെക്സ്റ്റ് ഡേ ഞാൻ ഉറക്കത്തൊന്ന് നീട്ടിട്ട് ഫസ്റ്റ് തന്നെ എന്റെ 31ാമത്തെ സബ്സ്ക്രൈബർ ആയോ, അതോ 31, 32 ഒക്കെ ആയോ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഞാൻ വേഗം യൂട്യൂബിൽ വന്ന് അതെടുത്തു. ബട്ട് അതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. എന്റെ 30 സബ്സ്ക്രൈബേഴ്സ് അതും ഞാൻ ചോദിച്ച് എരന്ന് കിട്ടിയിട്ടുള്ള എന്റെ 30 സബ്സ്ക്രൈബേഴ്സ് എനിക്കത് നേരെ താഴോട്ട് 23 സബ്സ്ക്രൈബർ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, അതൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ കുറെ റീഫ്രഷ് ചെയ്ത് നോക്കി. ഞാൻ യൂട്യൂബ് എടുത്ത് കളഞ്ഞു, ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി, YT സ്റ്റുഡിയോയിൽ പോയി. അവിടെയും ഈ സെയിം തന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, അത് എനിക്ക് തെറ്റുപറ്റിയതല്ല, അതങ്ങനെയാണ്, അതാണ് സത്യം. ഞാനത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാത്തതാണെന്ന് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. അപ്പോഴും 20 കടന്നല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പോയി ഒരു ഉച്ചരൊക്കെ ആയി കഴിഞ്ഞപ്പോ അത് 20 ആയി, 19 ആയി, ഇന്നത് എത്രയാണെന്നറിയോ? 18. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ആരെങ്കിലും വീണ്ടും കളയുമെന്ന് എനിക്കറിയില്ല, എന്ന് അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഇതുപോലെ പോയപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, ഇതുപോലെ സബ്സ്ക്രൈബേഴ്സിൽ ചോദിച്ചിട്ട് മേടിച്ചിട്ട് കാര്യമില്ല. അവർക്ക് നമ്മുടെ കണ്ടന്റ് ഇഷ്ടമാവണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ മതിയെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ അതിൽ ഫോക്കസ് ചെയ്യാതെയായി, ഞാൻ കോണ്ടന്റ് ഷെയർ ചെയ്ത് തുടങ്ങി. എന്റെ റിയൽ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നൊന്നുമല്ല. ഞാൻ അതിനുശേഷം എന്റെ വീഡിയോസിന്റെ റീച്ച് എടുത്ത് നോക്കി. ആ റീച്ച് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഞാൻ ചെയ്തതിന്റെ പ്രശ്നം എങ്ങനെയാണ് എന്റെ ചാനലിനെയും എന്റെ വീഡിയോസിന്റെ വ്യൂസിനെയും എഫക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇവൻ എനിക്കൊരു 1 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു 2 സബ്സ്ക്രൈബർ ഉള്ള സമയത്ത് പോലും എന്റെ വീഡിയോസിന് അത്യാവശ്യം ഒരു 1K വ്യൂസ് അല്ലെങ്കിൽ ഒരു 2Kയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു 2K അങ്ങനെയൊക്കെ കിട്ടും. എല്ലാ വീഡിയോസിലും കിട്ടുന്നല്ല, പക്ഷെ ഒരു ആവറേജ് എനിക്ക് അത്രയൊക്കെ കിട്ടിയിരുന്നു. ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് തൊട്ടിട്ട് എനിക്ക് അത്രയൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഒരു 30 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയ ടൈമിൽ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം എന്റെ വീഡിയോസ് ഒരു 105, 120, കൂടിപ്പോയൊരു 200 അവിടെയൊക്കെ പോയി അങ്ങോട്ട് ബ്ലോക്ക് ആവും. പിന്നെ ആ വീഡിയോസ് മൂവ് ആവുന്നേ ഇല്ല. ഞാൻ എങ്ങനെയൊക്കെ അത് വീണ്ടും കുറച്ചൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും റീപോസ്റ്റ് ചെയ്യും, അതിന്റെ ടെംപ്ലേറ്റ് മാറ്റി നോക്കി, ക്യാപ്ഷൻസ് മാറ്റി നോക്കി, പക്ഷെ എങ്ങനെയൊക്കെ ചെയ്തിട്ടും അവിടുന്ന് വീഡിയോ മൂവ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് അതിന്റെ കാരണവും മനസ്സിലായി. നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് റീച്ച് ആവുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്താണ്. അവരുടെ ഫീഡിൽ നമ്മുടെ വീഡിയോസ് വരും, കാരണം അവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ചെയ്ത സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരായിരിക്കണം. ഇനി അങ്ങനെയല്ലെങ്കിൽ അവരൊരിക്കലും നമ്മുടെ കണ്ടന്റ് തുറന്ന് കാണില്ല. അവരുടെ ഫീഡിൽ വരുമ്പോൾ അവരത് സ്വൈപ്പ് ചെയ്ത് കളയും, അല്ലെങ്കിൽ അവരത് സ്കിപ്പ് ചെയ്ത് കളയും, അവരത് വാച്ച് ചെയ്യില്ല.
അപ്പൊ യൂട്യൂബിന്റെ അൽഗോരിതം വെച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോലും എൻഗേജിങ് ആവുന്നില്ല നമ്മുടെ വീഡിയോയിൽ എന്നുള്ളതാണ് അവർക്ക് കിട്ടുന്ന ഒരു ഔട്ട്. ഇപ്പൊ എന്റെ ചാനലിലും ഞാൻ ഇടുന്ന കോണ്ടന്റ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അവരത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഒരിക്കലും അവരെ എൻഗേജ് ചെയ്യുന്നതായിരിക്കില്ല. അവർ വേറെ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആയിരിക്കും. എന്റെ സെയിം കോണ്ടന്റ് ഇഷ്ടപ്പെടുന്ന അത് കൺസ്യൂം ചെയ്യുന്ന ഓഡിയൻസ് ആണ് ഈ സബ്സ്ക്രൈബ് ചെയ്തവരെന്ന് എനിക്ക് ഉറപ്പില്ല. ഇപ്പൊ യൂട്യൂബിലെ എല്ലാ കോണ്ടന്റ്സും എന്നെയും എൻഗേജ് ചെയ്യിക്കാറില്ല, ഞാനും സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു ജോണറിലുള്ള വീഡിയോസോ അല്ലെങ്കിൽ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ കാണും, ഞാനത് സ്കിപ്പ് ചെയ്ത് കളയില്ല. അപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ച് സെക്കൻഡ്സോ അവേഴ്സോ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ടൈമിൽ നമ്മുടെ സ്കിപ്പ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരിക്കലും റീച്ച് ആവില്ല. പിന്നെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കും അവരുടെ ഫീൽഡിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ടൈപ്പ് വീഡിയോസ് വരുമ്പോൾ അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയും. ഞാനായി കഴിഞ്ഞാലും ഇത് നോക്കുമ്പോൾ ഇതെന്താ ഈ ടൈപ്പ് വീഡിയോ, ഈ ചാനൽ ഞാൻ എപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അവർ പോലും ഓർക്കുന്നുണ്ടാവില്ല. കാരണം അവർ നമ്മുടെ കോണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലല്ലോ, അവരത് അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയും. അവരെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവര് നമ്മളുടെ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് കളയുന്നത് അതൊക്കെ നമ്മുടെ അൽഗോരിതത്തിനെ എഫക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഉള്ള വ്യൂസ് പോലും കിട്ടില്ല. ഞാൻ അതുപോലെ ചെയ്തതിന് ശേഷം ഇതുവരെ ഒരു 4-5 വീഡിയോ ഞാൻ ഇട്ടു, അതൊന്നും എനിക്ക് റീച്ച് ആവുന്നേ ഇല്ല, ഒരു 200 കടക്കുന്നില്ല. അതിനു മുമ്പ് വരെ എനിക്കതൊരു 2K 2.5K ഒക്കെ അറ്റ്ലീസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ തന്നെ നല്ലപോലെ എഫക്ട് ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാർ മതി. കോണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെടാതെ നമ്മൾ ചോദിച്ച് മേടിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവർ സസ്റ്റെയിൻ ചെയ്തു പോകാനും നമ്മുടെ വീഡിയോ അവരെ എൻഗേജ് ചെയ്യിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പൊ വെറുതെ അത് നമ്മുടെ ചാനലിന് നെഗറ്റീവായിട്ട് ബാധിക്കുള്ളൂ. അത് ഞാൻ പഠിച്ച പാടാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ അങ്ങനെ ചോദിക്കൽ നിർത്തി. ഇനിയിപ്പോ നിങ്ങൾ കോൺഫിഡന്റ് ആണ്, ഡാം ഷുവർ ആണ്, നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഏത് ടൈപ്പ് ഓഡിയൻസിനായാലും അത് എൻഗേജ് ചെയ്യിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് മുമ്പോട്ട് തന്നെ പോകാം. ഇതുപോലെയുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ വാച്ച് ചെയ്യും, നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൗണ്ടും കൂടും, വ്യൂസും കൂടും, അങ്ങനെയുള്ളതും ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് അത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഒരു സബ്സ്ക്രൈബർ ആയാലും 2 സബ്സ്ക്രൈബർ ആയാലും കോണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ട് വരികയാണെന്ന് വെച്ചാൽ വന്നാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഞാനായി. പിന്നെ യൂട്യൂബിന്റെ ചേഞ്ചസ് ഒക്കെ വന്നപ്പോൾ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഷൻ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലും ഇതുപോലെ ഓരോന്ന് വരുന്ന കാരണം ഇപ്പൊ എനിക്കത് ശീലമായി തുടങ്ങിയിരിക്കുന്നു. പിന്നെ എനിക്കുള്ള ഒരു ഡൗട്ടാണ്, ഇതുപോലെ നമ്മൾ കമന്റ് ഇടാന്ന് വെച്ചാൽ യൂട്യൂബ് അത് ഒരു സ്പാം ആയിട്ട് കണക്കാക്കുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം അത്രയും പെട്ടെന്ന് അതിനുശേഷം ഭയങ്കര സഡൻ ആയിട്ടാണ് ആ ഒരു ചേഞ്ച് വന്നത്. എന്റെ ചാനലിന് ആ ഒരു ബ്ലോക്ക് വന്നത് ഭയങ്കര സഡൻ ആയിട്ടാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയണ ആരെങ്കിലും ഉണ്ട് വെച്ചാൽ അതിനെ പറ്റിയിട്ട് എനിക്കൊന്ന് ഒരു ക്ലാരിറ്റി തരണം. പിന്നെ യൂട്യൂബിന്റെ പോളിസി ചേഞ്ച് ആയതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനോട് ഞാൻ യൂസ്ഡ് ആണ്. ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ കൊറോണ വന്നു, അത് കഴിഞ്ഞിട്ട് ജോലി നോക്കാനായപ്പോ അവിടെ AI വന്നു, ഗൾഫിൽ പോവാന്ന് വിചാരിച്ചപ്പോൾ അവിടെ യുദ്ധം വന്നു. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് ചാനലൊക്കെ ആയി വന്നപ്പോൾ പോളിസിയും ചേഞ്ച് ആയി. ഇപ്പൊ ഞാൻ ഇതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ വരണ പോലെ വരട്ടെ. അപ്പൊ എനിക്ക് പറ്റിയ ഈ പണി നിങ്ങൾക്ക് കിട്ടരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഇവിടെ തുറന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് വെച്ചാൽ അതും കൂടി ഒന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ശരി, നെക്സ്റ്റ് ഇതുപോലെ എന്തെങ്കിലും പണി മേടിക്കാൻ ചപ്പ കാണാം. ബൈ.